ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷി പറയുന്നു, PM ശ്രീയിൽ ഒപ്പിട്ടത് മാധ്യമങ്ങൾ പറഞ്ഞറിഞ്ഞുവെന്ന്. ഞങ്ങൾ ഇരുട്ടിൽ നിർത്തി MOU ഒപ്പിട്ടത് സംശയകരമെന്ന്. 2 തവണ നയപരമായ തീരുമാനങ്ങൾക്കായി മാറ്റിവെച്ച കാര്യം ഞങ്ങളെ അറിയിക്കാതെ ഒപ്പിട്ടത് അസ്വാഭാവികമാണെന്ന്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടത് നീണ്ട സെക്രട്ടേറിയറ്റ് യോഗശേഷമാണ്. പദ്ധതിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി എന്തിനു വഴങ്ങിയെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. നാണം കെടുത്തി ഇരുട്ടിൽ നിർത്തിയ സർക്കാരിനെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കണോ എന്ന് 27-ന് എക്സിക്യൂട്ടീവ് ചേർന്ന ശേഷമാണ് CPI തീരുമാനിക്കുക. CPM സംസ്ഥാന സെക്രട്ടറി ആകട്ടെ നയം കൊണ്ട് നയിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇടത് നയമനുസരിച്ച് ഭരിക്കുന്ന സർക്കാരെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ എന്നതാണ് ചോദ്യം. നയവും പ്രമേയവും ഭരണത്ത് വയ്ക്കാനാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം സഖാവേ? PM ശ്രീ നടപ്പാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി നയം നടപ്പാക്കാതെ തരമില്ല എന്ന് പറയുകയാണ്. കരിക്കുലത്തിൽ പൂർണ്ണ അധികാരം സംസ്ഥാനത്തിനെന്നാണ് വാദം. നാണം കെട്ട് തുടരാതെ ഇറങ്ങി വരൂ എന്നാണ് CPIയോട് UDF ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും തെരുവിലേക്കാണ്. രണ്ടാം പിണറായി സർക്കാരിന് 6 മാസം ശേഷിക്കെ മുന്നണിയിലെ രണ്ടാം കക്ഷി ചോദിക്കുകയാണ്, ഇതെന്ത് സർക്കാരെന്ന്.